സംസ്ഥാന തീരപ്രദേശങ്ങളിൽ HIV/AIDS ബോധവൽക്കരണത്തിന്റെ ഭാഗമായി KSACSന്റെ IEC ഡിവിഷന്റെ നേതൃത്വത്തിലുള്ള തീരദേശ HIV ബോധവൽക്കരണ യാത്ര ചെറായി ബീച്ചിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ HIV/AIDS ബോധവൽക്കരണത്തിന്റെ ഭാഗമായി KSACSന്റെ IEC ഡിവിഷൻ സജ്ജമാക്കിയിരിക്കുന്ന IEC വാൻ മാർച്ച് 5 മുതൽ 13 വരെ കേരളത്തിലെ വിവിധ തീരപ്രദേശങ്ങൾ ഉൾപ്പെട്ട ജില്ലകളിലൂടെ കടന്നുപോകും. IEC വാൻ മാർച്ച് 5 മുതൽ 13 വരെ കേരളത്തിന്റെ വിവിധ തീരപ്രദേശങ്ങൾ ഉൾപ്പെട്ട ജില്ലകളിലൂടെ കടന്നുപോകുന്നു. HIV അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, പൊതുജനങ്ങളിൽ HIV പരിശോധന ഉറപ്പാക്കുക, HIV/AIDS കുറിച്ചുള്ള അവബോധം എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കുക എന്നിവയാണ് ഈ ബോധവൽക്കരണ സന്ദേശയാത്രയുടെ ലക്ഷ്യം. തീരദേശ HIV ബോധവൽക്കരണ യാത്ര ചെറായി ബീച്ചിൽ എത്തിച്ചേർന്നു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ദിവസം ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ശിവരാത്രിയാണ്. മിക്കവരും സാധാരണക്കാരായിട്ടുള്ളവരെല്ലാം ആലുവ ശിവരാത്രിക്ക് ഇന്ന് നേരത്തെ തന്നെ പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പ്രത്യേക ഇവിടെ ഈ ഒരു പഞ്ചായത്തിൽ, നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിൽ ചെറായി ബീച്ചിൽ വെക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ തീരദേശം പോലുള്ള സ്ഥലത്ത് ഇത്രയും ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കാത്ത ഒരു മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് കൂടുതലുള്ളത്. വലിയ വലിയ ആളുകളുമായി ബന്ധപ്പെടുമ്പോഴൊന്നും അവർക്ക് മാത്രമേ ഇത്ര കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടിയുമായി വണ്ടി വന്നിട്ടുള്ളത്. സുരക്ഷാ പ്രൊജക്ട് മാനേജർ ട്വിൻസി പോൾ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ദിശ ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ സവിത ഷേണായി സന്ദേശം നൽകി. ബിന്ദു തങ്കച്ചൻ, ആര്യ നടേശൻ, ബിജോയ്, ശ്രീമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MES സുരക്ഷാ പ്രോജക്ട് അംഗം ആഷന ഡൊണാൾഡ് സ്വാഗതവും ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഗോപി MK നന്ദിയും പറഞ്ഞു.